അസ്സലാമു അലൈക്കും. നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും അറിയുന്നത് എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ക്ഷമയും വിശ്വാസവും കൈവിടരുത്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതലായി തരാനും ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്നും നമുക്ക് എന്താവശ്യമുണ്ടെന്നും അള്ളാഹുവിന് അറിയാം. അതിൻ്റെ നന്മയും തിന്മയും അറിയുന്നവൻ പഠിച്ച റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കുമ്പോൾ ആരും വിഷമിക്കേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിനുത്തരം അള്ളാഹു തരുക തന്നെ ചെയ്യും. നമ്മളെങ്ങനെ ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറാണ് പതിവ്. ഇനി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഉത്തരം നൽകും. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അസ്മാഉൽ ഹുസ്ന മുഴുവനായിട്ടോ അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ ചൊല്ലിയോ ദുആ ചെയ്യുക. എൻ്റെ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ഉത്തരം ഞാൻ നൽകുമെന്ന് സർവശക്തനായ റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമായ 99 നാമങ്ങളിൽ പ്രധാനപ്പെട്ട 2 ഇസ്മുകളാണ് ഞാൻ പറയുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മാണത്. ഈ നാമങ്ങളുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. യാ ഹയ്യു എന്ന ഇസ്മിൻ്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നാണ്. യാ ഖയ്യൂം എന്ന ഇസ്മിൻ്റെ അർത്ഥം സ്വയം നിലനിൽക്കുന്നവനെ എന്നാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അള്ളാഹു വലിയ വിശേഷണങ്ങളാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബിൻ്റെ ശക്തിയും കഴിവും പറഞ്ഞുകൊണ്ടുള്ള ഈ ഇസ്മ ചൊല്ലി ദുആ ചെയ്താൽ നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നേടിയെടുക്കാവുന്നതാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മ 11 വട്ടം ചൊല്ലുകയും ശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് 11 വട്ടം ചൊല്ലിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ റബ്ബിനോട് പറയുകയും ചെയ്താൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മ 11 വട്ടം ചൊല്ലുകയും ശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് 11 വട്ടം ചൊല്ലുകയും ചെയ്യുക. ശേഷം റബ്ബിനോട് ദുആ ചെയ്യുക. പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം 11 തവണ പിന്നെയും സ്വലാത്ത് ചൊല്ലുക. 2 സ്വലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് ഈ ഇസ്മിൻ്റെയും സ്വലാത്തിൻ്റെയും ശക്തി കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചത് അള്ളാഹു പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തരും. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുവാൻ ഈ ഇസ്മും സ്വലാത്തും എല്ലാവരും ചൊല്ലുക. ശേഷം ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.